ചെറിയ നോവലുകൾ വായിച്ച് ആസ്വദിക്കുന്ന ആളുകൾക്ക്, ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ അങ്ങനെ അത്തരം നോവൽ എഴുതാനുള്ള കാര്യം ഉണ്ടാകും. പക്ഷെ അതിനകത്ത് നമ്മൾ ഏർപ്പെടുമ്പോഴാണ് അത് എത്രമാത്രം വലിയ ടച്ച് ആവശ്യമുള്ള, പ്രയത്നം ആവശ്യമുള്ള ഒന്നാണെന്ന് മനസ്സിലാകുന്നത്. കഥ എഴുതാനായിട്ട് ഒരാളുടെ വികാരമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ വികാരങ്ങളെയോ ഒരു ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ഒരു നിമിഷത്തെയോ വിശദമായിട്ടും കൃത്യമായിട്ടും എഴുതി വെച്ചാൽ മതി. പക്ഷെ നോവലാകുമ്പോൾ പല കഥാപാത്രങ്ങളും പല പ്രായത്തിലുള്ള മനുഷ്യര് ശരിക്കും ഒരു സ്രഷ്ടാവിന്റെ ഒരു സുഖം, അതിന്റെ സുഖം മാത്രമല്ല അതിന്റെ വെല്ലുവിളിയും കൃത്യമായിട്ട് അനുഭവിക്കുന്നത് നോവലിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് 100 കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്, 100 വർഷത്തെ മനുഷ്യജീവിതമുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് നടക്കുക, വളർത്തിയെടുക്കുക, ആദ്യമധ്യാന്ത പൊരുത്തത്തോടെ അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വെല്ലുവിളിയുള്ളൂ. അത് ഒരേ സമയം തന്നെ വെല്ലുവിളിയും പ്രയത്നവും പോലെ തന്നെ ഒരേ സമയം ആനന്ദകരവുമാണ്. ഏതുപോലെ എന്നാൽ ഒരു വലിയ ദ്രാവിഡ ക്ഷേത്ര ഗോപുരം പണി തീർക്കുന്ന ഒരു തച്ചനൊക്കെ അനുഭവിക്കുന്ന തരത്തിൽ അതിന്റെ പെർഫെക്ഷനിൽ, അതിന്റെ ഏകാഗ്രതയിൽ, അതിന്റെ വലിപ്പത്തിൽ അത് സമ്പൂർണമായി ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള ആധിയിൽ അത് നിർവഹിച്ചു തീരുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിലൊക്കെ അത് വലിയ അനന്യമായിട്ടുള്ള അനുഭവം കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചിരിക്കെ തന്നെ പല മനുഷ്യരുടെ ജീവിതങ്ങൾ പ്രകാശിപ്പിക്കുന്ന, അനുഭവിപ്പിക്കുന്ന, അവരെ സൃഷ്ടിക്കുന്ന, വളർത്തുന്ന, അവരെ നിഗ്രഹിക്കുന്ന ഒരു സൃഷ്ടാവാൻ കഴിയുന്നതിന്റെ സന്തോഷം കലാകാരന് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു മീഡിയം ആണ് നോവൽ എന്നെനിക്ക് നോവൽ വായിച്ചു തുടങ്ങിയ കാലം പോലെ തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ശ്രമിച്ചു നോക്കിയിരുന്നു. പക്ഷെ പലപ്പോഴും അതിന്റെ ഭീകരമായിട്ടുള്ള അതിന്റെ വോൾട്ടേജ് താങ്ങാനുള്ള ഫിലമെന്റ് ഉണ്ടോ എന്റെ ഉള്ളിൽ നിന്ന് ഭയന്നിട്ട് ഞാൻ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നോവലിന്റെ സിനോപ്സിസ് എന്ന് പറയാവുന്ന നോവൽ സംഗ്രഹം എന്നുള്ള കഥ 12 വർഷം മുമ്പ് വന്നതും ഈ നോവലൊരു അധ്യായമായിട്ടുള്ള മനുഷ്യരുടെ ആമുഖം എന്ന നോവലിന്റെ 1-ാം അധ്യായം എന്ന കഥ ഒരു 9 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ അതുകൊണ്ടൊക്കെ എനിക്ക് പറയാനുള്ളൊരു വലിയ സംഗതിയെ, അല്ലെങ്കിൽ എനിക്ക് സമഗ്രമായിട്ട് ആവിഷ്കരിക്കണമെന്ന് ഞാൻ കരുതിയ ആ ഒരു ആശയത്തെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് പിന്നെ സമയവും ശ്രമവും എടുത്തിട്ട് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ രചന മുഴുവനാക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്. ഇതിൽ പറയാറില്ല, ഞാൻ എന്റെ ആദ്യത്തെ കഥയ്ക്ക് വിഷയാക്കിയത് ലാത്തൂരിലെ ഭൂകമ്പമാണ്. ഞാൻ 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ 1.5 മണിക്കൂർ കഥയുണ്ട് എന്റെ പൊട്ടറ്റോ ഇറ്റേഴ്സ് എന്ന് വെച്ചാൽ വാൻഗോഗിന്റെ പ്രശസ്തമായ പെയിന്റിങ്ങിനെ പറ്റി കഥ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്, ആവിഷ്കരിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എന്താന്ന് വെച്ചാല് മലയാളിക്ക് സാധിക്കാതെ പോയ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് തൊടാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മുടെ ഉരുൾപൊട്ടലും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് പ്രകൃതി ദുരന്തം, ശക്തമായ പ്രകൃതി ദുരന്തം, അതിശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുള്ള, ഇപ്പോ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ അതിശക്തമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുള്ള മനുഷ്യ ജീവിതത്തിനെ പൊറുതിമുട്ടിക്കുന്ന അങ്ങനെയൊന്നും പൊതുവിലില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്തിട്ട് അത് അടച്ചു തീർക്കാനുള്ള ടെൻഷനാണ് നമ്മുടെ മലയാളി അനുഭവിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷനിൽ ക്യൂ നിന്നിട്ട് നമ്മൾ വിചാരിച്ച സാധനം കിട്ടാണ്ട് അടച്ചു പോകുന്നതാണ് നമുക്കുള്ള വലിയൊരു പ്രശ്നം. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സംഗതികളെ തന്നെ അതാണ് മനുഷ്യജീവിതത്തിന്റെ ഭയങ്കരമായ ഡ്രാമ, സങ്കടം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന പാവപ്പെട്ട ആളുകളാണ് മലയാളി. പക്ഷെ മലയാളത്തിലും ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമ്മളെ മലയാളികൾക്കിടയിലും കരുത്തുറ്റ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ എക്കാലത്തുണ്ടായിരുന്നു. നമ്മുടെ വെരി ബിഗ്, ആദ്യം മുതൽ തന്നെ നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയുള്ള വലിയ മനുഷ്യരുണ്ട്. പക്ഷെ അവരെയൊക്കെ ആദരിക്കുന്ന, ഇപ്പോൾ ആ നോവലിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ജയേന്ദ്രന്റെ സ്വപ്നത്തിൽ കുറേ മഹാന്മാരായ മലയാളികളും മഹതികളായ മലയാളി കടന്നു വരുന്നു. അവരുടെ പേരുകൾ ഓർത്തെടുക്കാൻ പോലും ജിതേന്ദ്രന് സാധിക്കുന്നില്ല. ആകെ അയാൾക്ക് കഷ്ടിച്ച് ഓർമ്മ കിട്ടുന്നത് ഓമന തിങ്കൾ കിടാവോ എന്ന് എഴുതി ഇരയാണ് എന്നുള്ള സംഗതിയാണ്. പിന്നെ ക്യാപ്റ്റൻ ലക്ഷ്മിയെയും അപ്പുറത്ത് അവരുടെ സഹോദരിയെ ഒപ്പത്തേണ്ടി വെച്ച വലിയ സ്ത്രീ ആരാണെന്ന് ഓർക്കുമ്പോൾ അയാൾക്ക് ചരിത്രത്തിന് ഓർമ്മ കിട്ടുന്നില്ല. അത് പൊതുവിൽ മലയാളികളുടെ ഒരു അവസ്ഥയാണ്. ഹിറ്റ്ലർക്കെതിരെ പ്രസംഗിച്ച്
ഹിറ്റ്ലറുടെ മുട്ടുകുറപ്പിച്ചിട്ടുള്ള ഒരു മലയാളി എന്ന് പറഞ്ഞ കപ്പലില് കേരളത്തിലേക്ക് മുങ്ങിക്കപ്പലിൽ വന്ന ആ മലയാളി ചരിത്രത്തിലെ പുരുഷന്മാരാ, മഹാന്മാരായ ആളുകളാണ്. അവരെ കുറിച്ചൊന്നും ഈ കഥാപാത്രത്തിൽ ഓർമ്മ കിട്ടുന്നില്ല. അയാൾ അങ്ങനെ കുഴങ്ങുകയാണ് ആ സമയത്ത്. ഇത് മൊത്തത്തിൽ മലയാളിയുടെ ഈ ഓർമ്മ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യയുടെ പേര് ഗൗരി എന്നാണെന്ന് എളുപ്പത്തിൽ ഓർക്കുന്ന ആള്, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ കല്യാണം കഴിച്ചിരുന്നയാള് ആണെന്ന് ഓർക്കുന്ന ആള്, അല്ലെങ്കിൽ അങ്ങനെ താരതമ്യേന, അതൊന്നും ചെറിയ കാര്യങ്ങളാണ്, പുഴുവായിട്ടുള്ള കാര്യങ്ങളാണെന്നല്ല പറയുന്നത്, താരതമ്യേന എളുപ്പവും ലളിതവുമായ കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽസിൽ വരെ ഓർത്തു വയ്ക്കുന്ന മലയാളിക്ക് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ജീവിതത്തിൽ തന്നെ നിർണയിച്ചിട്ടുള്ള വലിയ വലിയ മഹാപുരുഷന്മാരെയോ മഹതികളെയോ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. അതിനകത്ത് തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയ അറിവക്കാരനായിട്ടുള്ള വലിയൊരു എഴുത്തുകാരൻ വീട്ടിൽ വരുമ്പോ അത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് തെറ്റിദ്ധരിച്ചിട്ട് നാറാവിള ചീത്ത പറഞ്ഞ് അയക്കുന്നുണ്ട്. തന്റെ കവിതയിലൂടെ ഷാപ്പിൽ വെച്ച ആളുകൾ പാടുന്നത് എനിക്ക് കവികളെ തീരെ കണ്ടുകൂടാ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നുണ്ട്, ഞാൻ ഇതും വേറൊരു പുഴ തന്നെ, ചെങ്ങമ്പുഴയല്ല, കുറച്ചും കൂടി കലങ്ങിയ ഒരു പുഴയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഒന്നും പ്രതികരിക്കാതെ ഇയാളെ കണ്ട്, ഇദ്ദേഹത്തെ കണ്ട് കാറി തുപ്പിയ നാറാവിള്ളയെ കണ്ട് തിരിച്ചുകൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമുണ്ട്. അങ്ങനെ മലയാളിക്ക് ഈ ഇപ്പം മഹത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാലഹരണപ്പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ക്രിയേറ്റീവ് ആളുകളിൽ തന്നെയുണ്ട്. കവികളില് ചില ചർച്ചകളിലൊക്കെ കണ്ട് മഹത്വം എന്ന് പറയുന്ന മഹാകവിത അല്ലെങ്കിൽ മഹാരചന അല്ലെങ്കിൽ മഹിതമായിട്ടുള്ള പെയിന്റിങ്, മഹിതമായിട്ടുള്ള സംഗീതം, അതിന്റെ കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ എല്ലാം ഇതാണ്. അത് ഒരു തോന്നൽ മാത്രമാണ്. നമ്മുടെ ഈ ഭോഗ സംസ്കാരം വന്ന് നിറഞ്ഞപ്പോ, എല്ലാ സുഖത്തിന്റെയും പൊളപ്പുകൾ വന്ന് നിറഞ്ഞപ്പോ ഇത് പ്രചരിപ്പിക്കേണ്ടത്, ഇത് ആസ്വദിക്കുന്നവന്റെ കൂടി ഒരു കടമയും ബാധ്യതയായി പോയത് കൊണ്ട് വന്നത്. അതിനൊക്കെ ശേഷം ഇതെല്ലാ പൊളപ്പും അവസാനിക്കുമ്പോ പിന്നെ നമ്മൾ ജീവിച്ചതൊരു പൊള്ളയായ ജീവിതമാണെന്നും നമ്മളുടെ ആയുഷ്കാലം കൊണ്ട് നമുക്ക് ആവിഷ്കരിക്കാമായിരുന്ന വലിയ വലിയ വെളിച്ചങ്ങൾക്കെതിരെ നമ്മൾ കണ്ണടച്ചപ്പോ നവോത്ഥാനം, ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഈഴവരല്ലാതെ എത്ര പേര് കേരളത്തിലുണ്ട്? അത്രയും വലിയ മഹാൻ ലോകത്തെങ്ങും തന്നെ തപ്പി നോക്കിയാൽ കാണാൻ പറ്റില്ല. പക്ഷെ മലയാളിക്ക് അത് കോൺക്രീറ്റ് കൂട്ടിലടച്ച ഒരു പാവപ്പെട്ട മഞ്ഞ വസിരിക്കുന്ന ഒരു മനുഷ്യന് മതം, എന്തോ ഒരു ജാതി ഒരു മത ദൈവമെന്നും മറ്റോ പണ്ട് പറഞ്ഞ ഒരു പാവപ്പെട്ട വൃദ്ധനാണ്. വലിയ തരത്തിൽ ഗ്രേറ്റ്നെസ് ഉള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ തന്നെ സംഘടനാപരമായിട്ട് തന്നെ ആ സംഘടന സൃഷ്ടിച്ച ഏതോ ഒരു സ്ഥാപക പ്രസിഡന്റെന്നോ മറ്റോ ഉള്ള മട്ടിലാണ് അവർ കാണുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾക്കൊപ്പം അതിന്റെ പുതിയ കാലത്ത് നായകന്മാരുടെ മത്സരിച്ചത് നമ്മൾ കാണുന്നുണ്ട്, ലജ്ജിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രേറ്റ്നെസ്സിനെ പറ്റിയുള്ള ഒരു ഭഗത് സിംഗിനെ പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കിക്കൊല ചെയ്യപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ നമുക്കുണ്ടായിരുന്നു. ഭഗത് സിംഗിന്റെ അതേ കുറ്റം ചുമത്തിയിട്ട് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നതാണ്. അങ്ങനെ ഭഗത് സിംഗ് എന്ന് അറിയാവുന്ന മലയാളിക്ക് പോലും വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ നമ്മുടെ അധ്യാപകരിലോ നമ്മുടെ എഴുത്തുകാരിൽ തന്നെയോ നമ്മുടെ ലേഖനങ്ങളിലോ ഒന്നും ഒരു സ്വാതന്ത്ര്യദിന സ്മരണയിൽ പോലും ഈ പേരൊന്നും കടന്നു വരുന്നില്ല. അദ്ദേഹം എവിടുത്തുകാരനായിരുന്നു, എന്താണ് ചെയ്തത്, എങ്ങനെയാണ് 26 വയസ്സിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ടത്, വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ തൂക്കുകയറിലേക്ക് ചെന്ന് കയറിയ ആ ചെറുപ്പത്തിൽ പുറത്തേക്കാണെങ്കിൽ അതിനെപ്പറ്റി വലിയ സിനിമകൾ തന്നെ വന്നേനെ. വലിയ വലിയ സിനിമകൾ, വലിയ രോമാഞ്ചമുണർത്തുന്ന സിനിമകൾ തന്നെ. ഒരു അതിന്റെ രാജ്യസ്നേഹത്തിനെ സംബന്ധിച്ച ഒരു സിനിമ തന്നെ വന്നത് നമുക്കൊന്നും ഒരു വിഷയമല്ല. നമ്മള് ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ ടിവിയില് തമാശ നിറഞ്ഞ കോമഡി ഷോകൾ കാണുക, അല്ലെങ്കിൽ പാട്ടുകൾ, ഒരാൾ പാടി വെച്ചിട്ടുള്ള പാട്ടുകളും മറ്റു കുട്ടികളെ ഏറ്റവും അതേപോലെ പാടുന്നതിന് മാർക്കിട്ട് അവർക്ക് ഫാറ്റും ഇതും വാങ്ങുന്ന അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ വേർഷൻ, ജീവിതത്തിന്റെ ചെറിയ ചെറിയ വേർഷൻസ് മാത്രം ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണോ തെറ്റാണോന്നല്ല, എനിക്ക് അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന, എപ്പോഴും അത് തന്നെ ആലോചിക്കുന്ന ഒരു ആത്മാവായി പോയത് കൊണ്ടായിരിക്കും എനിക്കത് രേഖപ്പെടുത്തി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അത് വായിച്ചപ്പോൾ അതിനൊന്ന് പ്രതികരണങ്ങളും, ഇത് വായിക്കുന്നവരും അത് വായിച്ചിട്ട് ഓരോ ദിവസവും വിളിക്കുന്നവരും അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് നമ്മുടെ മാത്രം ദുഃഖമല്ല, സമൂഹത്തിൽ ഇപ്പോഴും ആ ഒരു വിഷമം നിലനിൽക്കുന്നുണ്ട്. എല്ലാ പൊളപ്പിന്റെയും അകത്ത്, എല്ലാ മദിരാക്ഷി ആഘോഷങ്ങളുടെ അകത്ത് യുവാക്കൾ, നമ്മുടെ നല്ല ചെറുപ്പക്കാരായ ഒരു പുതിയ തലമുറയിലും ഇതേ പ്രയാസമുണ്ട്. എവിടെ ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന സംഗതി?
മഹത്വം എന്ന് പറയുന്ന സംഗതി, മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്ന സംഗതി എവിടെ എന്ന് അന്വേഷിക്കുന്ന, ആകുലപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ കേരളത്തിലുണ്ട് ഇപ്പോഴും എന്നുള്ളത് തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് എന്റെ മാത്രം ഒരു വ്യഥയല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കരുത്തും തരുന്നുണ്ട്.